നമസ്കാരം. മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് ടേംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ക്യാഷ് മെമ്മറിയാണ്. നമ്മൾ പഠിച്ചു മെമ്മറി എന്തിനു വേണ്ടിയിട്ടാണ്? ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെമ്മറി യൂസ് ചെയ്യുന്നത്. മെമ്മറി രണ്ട് ടൈപ്പ് ഉണ്ട് മെയിനായിട്ടും, പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും. ഈ പ്രൈമറി മെമ്മറി രണ്ട് ടൈപ്പ് ഉണ്ട്, റാമും റോമും. ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്തു. നമുക്ക് പറയാൻ പോകുന്നത് ക്യാഷ് മെമ്മറി എന്നാണ്. ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് ഒരു സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയുമാണ് ക്യാഷ് മെമ്മറി. എക്സാമിനൊക്കെ ചോദിക്കും ഡാഷ് ഈസ് ദ സ്മോളസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് മെമ്മറി എന്ന്. ഏതാണ് സ്മോളസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് മെമ്മറി? ക്യാഷ് മെമ്മറിയാണ്. ഇപ്പോൾ ക്യാഷ് മെമ്മറിയുടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റാസ് അല്ലെങ്കിൽ CPU ഫ്രീക്വൻ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഡേറ്റാസിനെയൊക്കെയാണ് താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു മെമ്മറിയാണ് ഈ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾ കണ്ടോ, ഇവിടെ CPU ഉണ്ട്, അതുപോലെ തന്നെ ക്യാഷ് മെമ്മറി, മെയിൻ മെമ്മറി. അപ്പോൾ CPU ഫ്രീക്വൻ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഡേറ്റാസിനെ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കുഞ്ഞു മെമ്മറിയാണ്, സ്മോളസ്റ്റ് മെമ്മറിയാണ്. കുറച്ച് ഡേറ്റ മാത്രമേ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്ത ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ CPU പ്രോസസ്സ് ചെയ്യാൻ ഏതെങ്കിലും ഒരു ഡേറ്റ അത്യാവശ്യമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ CPU ആദ്യം അതെവിടെ നോക്കും? ക്യാഷ് മെമ്മറിയിൽ നോക്കും. അതായത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഡേറ്റാസ് ആണല്ലോ ക്യാഷ് മെമ്മറിയിലുള്ളത്. അപ്പോൾ കുറച്ച് ഡേറ്റാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ CPU ആദ്യമേ ക്യാഷ് മെമ്മറിയിൽ നോക്കും. ക്യാഷ് മെമ്മറിയിൽ ഉണ്ടെങ്കിൽ അതിനെ എടുത്തുകൊണ്ട് വന്ന് പ്രോസസ്സ് ചെയ്യും. ഇനി അഥവാ ക്യാഷ് മെമ്മറിയിൽ ഇല്ലെങ്കിലാണ് മെയിൻ മെമ്മറിയിൽ പോയിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ അത്രയും CPU ഒരു ഡേറ്റ എടുക്കാനുള്ള ആക്സസ് ടൈം, CPU ആവറേജ് ആക്സസ് ടൈം എന്ന് പറയും. ആ ഒരു ആക്സസ് ടൈം, ഡേറ്റ ആക്സസ് ചെയ്യാനുള്ള ആ ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്മോളസ്റ്റ് മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ CPUവിൻ്റെയും മെയിൻ മെമ്മറിയുടെയും ഇടയ്ക്കായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ CPUവിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ CPUവിൻ്റെ ഒരു ഡേറ്റയെ ആക്സസ് ചെയ്യാനുള്ള ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ആക്ട് ബിറ്റ്വീൻ CPU ആൻഡ് റാം, CPUവിൻ്റെയും റാമിൻ്റെയും ഇടയിലായിട്ടാണ് ക്യാഷ് മെമ്മറി ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പോൾ സ്പീഡ് സ്മോളസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് മെമ്മറി ഏതാണെന്ന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ക്യാഷ് മെമ്മറിയാണ്. ഇനി അടുത്ത ടൈം എന്താണെന്ന് വെച്ചാൽ വെർച്വൽ മെമ്മറിയാണ്. വെർച്വൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്. ഇതൊരു ഇമാജിനറി മെമ്മറിയാണ് വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് യൂസസ് ഹാർഡ് ഡ്രൈവ് സ്പേസ് ആസ് അഡീഷണൽ മെമ്മറി. ഒരു അഡീഷണൽ മെമ്മറി ആയിട്ട് ഹാർഡ് ഡ്രൈവിലുള്ള സ്പേസ് യൂസ് ചെയ്യുന്ന ഒരു വെർച്വൽ മെമ്മറിയാണ് ഏതെന്ന് പറയുന്നത്. ഒരു ഇമാജിനറി മെമ്മറിയാണ് വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ നമ്മുടെ റാമൊക്കെ ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ റാമിൽ നിന്നും ഡിസ്കിലേക്ക് ഡേറ്റാസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഇമാജിനറി മെമ്മറിയാണ് ഏതെന്ന് പറയുന്നത്? വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നടക്കുന്ന പ്രോസസ്സ് ഒന്നാമത്തേതാണ് മാപ്പിംഗ്. മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ട്രാൻസ്ലേറ്റിംഗ് വെർച്വൽ അഡ്രസ് ടു ഫിസിക്കൽ അഡ്രസ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇമാജിനറി അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെമ്മറിയിൽ നമ്മൾ ഓരോ ലൊക്കേഷനെയും, മെമ്മറിയിൽ ഓരോ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യുന്ന ഓരോ ലൊക്കേഷൻ ഉണ്ട്. ആ ലൊക്കേഷനെയാണ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് ഓരോ ഡേറ്റാസും ഓരോ സ്ഥലത്തായിരിക്കും പോയി സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ എന്തുണ്ട്? നെയിം ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മെമ്മറി. മെമ്മറി എന്ന് പറയുന്നത് ചെറിയ ചെറിയ സ്മോൾ സെൽസ് ആയിട്ട് മെമ്മറിയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സെല്ലിലേക്കുമായിരിക്കും എന്ത് ചെയ്യുന്നത്? ഓരോ ഡേറ്റാസ് പോയി സ്റ്റോർ ആകുന്നത്. ആ മെമ്മറിയിലെ ഓരോ സെല്ലിനും എന്തുണ്ട്? ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ യുണീക്കായിട്ട് ഓരോ ഡേറ്റാസിനെയും ഐഡന്റിഫൈ ചെയ്യാനുള്ള മെമ്മറിയിലുള്ള ആ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ ലൊക്കേഷനെയാണ് അഡ്രസ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ മെമ്മറി അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. വെർച്വൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ഇമാജിനറി മെമ്മറിയാണ് വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. മെമ്മറിയിൽ ഒരു അഡീഷണൽ സ്പേസ് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഒരു ഇമാജിനറി മെമ്മറി ലൊക്കേഷനാണ് ഇത് വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് ബഫറാണ്. ബഫർ എന്ന് പറഞ്ഞാൽ റാമിനകത്ത്, ഇതാണ് കണ്ടോ ബഫർ, റാമിനകത്തുള്ള ഒരു ഒരു സ്റ്റോറേജ് ഏരിയയാണ് ബഫർ എന്ന് പറയുന്നത്. അതായത് കുറച്ച് സമയത്തേക്ക് ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ടായിട്ടുള്ള എമൗണ്ട് ഓഫ് ടൈമിലേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റാമിനകത്തുള്ള ഒരു ഏരിയ ആണ് ബഫർ എന്ന് പറയുന്നത്. ഇനി ബഫറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഫറിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. പ്രീലോഡിംഗ് ദ ഡേറ്റ ഇൻ ടു സ്പെസിഫൈഡ് ഓർ റിസർവ്ഡ് ഏരിയ ഓഫ് മെമ്മറി. ഡേറ്റാസിനെ നമ്മുടെ മെമ്മറിയിലുള്ള ഒരു റിസർവ്ഡ് അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ഏരിയയിൽ പ്രീലോഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബഫറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബഫർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ നമ്മുടെ റാം പ്രൈമറി മെമ്മറിയിൽ വരുന്ന റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി ആണ്. അപ്പോൾ ഇതൊരു വോളറ്റൈൽ മെമ്മറിയാണ്. ഇതിനകത്തുള്ള ചെറിയ ഒരു സ്പേസ് ആണ് ഏതെന്ന് പറയുന്നത് ബഫർ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഷോർട്ട് എമൗണ്ട് ഓഫ് ടൈമിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ബഫർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബഫറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രീലോഡിംഗ് ദ ഡേറ്റ ഇൻ ടു സ്പെസിഫൈഡ് ഓർ റിസർവ്ഡ് ഏരിയ ഓഫ് മെമ്മറി. മെമ്മറിയിലെ റിസർവ്ഡ് ഏരിയയിൽ ഡേറ്റാസ് ലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ബഫറിംഗ് എന്ന് പറയുന്നത്. അടുത്ത ടേം നോക്കാം. അടുത്ത ടേം എന്ന് പറയുന്നത് ബസ്സാണ്. ബസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹൈ സ്പീഡ് ഇന്റേണൽ കണക്ഷൻ. ഒരു ഹൈ സ്പീഡിലുള്ള ഇന്റേണൽ കണക്ഷനെയാണ് എന്ത് പറയുന്നത്? ബസ് എന്ന് പറയുന്നത്. നമ്മൾ ബസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സിനകത്തുള്ള ഡിവൈസസിനെയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റേണൽ കണക്ഷനെയാണ് ബസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു സെൻഡ് കൺട്രോൾ സിഗ്നൽസ് ആൻഡ് ഡേറ്റ ബിറ്റ്വീൻ ദ പ്രോസസർ ആൻഡ് അതർ കമ്പോണൻസ്. പ്രോസസർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ CPU ആണ്. അപ്പോൾ ഈ പ്രോസസ്സറും അതിൻ്റെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ പ്രോസസ്സറിലാണ്. അപ്പോൾ പ്രോസസ്സറും മറ്റുള്ള കമ്പോണൻസും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി, എന്തിനു വേണ്ടിയാണ് കണക്ട് ചെയ്യുന്നത്? നമ്മുടെ കൺട്രോൾ സിഗ്നൽസും ഡേറ്റാസും ഒക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടി പ്രോസസ്സേഴ്സും അതർ കമ്പോണൻസും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഇന്റേണൽ കണക്ഷനെയാണ് ബസ് എന്ന് പറയുന്നത്. ബസ് തന്നെ പല രീതിയിലുണ്ട്. അഡ്രസ് ബസ് ഉണ്ട്, ഡേറ്റാ ബസ് ഉണ്ട്, സിസ്റ്റം ബസ് ഉണ്ട്, കൺട്രോൾ ബസ് ഉണ്ട്. ഈ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഡ്രസ് ബസ് ആണ്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് വയർ യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദ അഡ്രസ് ലൊക്കേഷൻ ഓഫ് എ സ്പെസിഫിക് മെമ്മറി. അപ്പോൾ ഓരോ മെമ്മറിക്ക് നമ്മൾ പറഞ്ഞു എന്തുണ്ട്? ഒരു അഡ്രസ് ലൊക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു അഡ്രസ് ഉണ്ട്. അപ്പോൾ ഇതെന്താണ് അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ? എന്താണ് ബസ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ഇന്റേണൽ കണക്ഷൻ ആണ്. അപ്പോൾ ഇതെന്താ? വയേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് വയേഴ്സ് ആണ് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന. അപ്പോൾ ഇതെന്തിനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അഡ്രസ് ലൊക്കേഷൻ, ഒരു മെമ്മറിയുടെ അഡ്രസ് ലൊക്കേഷനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് വയേഴ്സ് ആണ് അഡ്രസ് ബസ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡേറ്റാ ബസ് ആണ്. ഡേറ്റാ ബസ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് വയേഴ്സിനെയാണ് ഡേറ്റാ ബസ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെയാണ് സെറ്റ് ഓഫ് വയേഴ്സ് പ്രൊവൈഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡേറ്റ. ഡേറ്റ ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സെറ്റ് ഓഫ് വയേഴ്സിനെയാണ് ഡേറ്റാ ബസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സിസ്റ്റം ബസ് ആണ്. സിസ്റ്റം ബസ് എന്ന് പറഞ്ഞാൽ കണക്ട് CPU ടു റാം ഓൺ ദ മദർ ബോർഡ്. അപ്പം നമുക്കറിയാം മദർ ബോർഡിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? CPU ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ CPUവിനെയും റാമിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന ആ സെറ്റ് ഓഫ് വയേഴ്സിനെയാണ് എന്ത് പറയുന്നത്? സിസ്റ്റം ബസ് എന്ന് പറയുന്നത്. സിസ്റ്റം ബസ് കണക്ട് CPU ടു റാം ഓൺ മദർ ബോർഡ്. അടുത്തെന്ന് പറഞ്ഞാൽ കൺട്രോൾ ബസ് ആണ്. കൺട്രോൾ ബസ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് സിഗ്നൽസ് ടു കൺട്രോൾ ദി ഓപ്പറേഷൻ ഓഫ് വേരിയസ് യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിനകത്തുള്ള പല യൂണിറ്റ്സിൻ്റെയും ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വയേഴ്സ് ആണ് ഏത്? കൺട്രോൾ ബസ് എന്ന് പറയുന്നത്. അപ്പോൾ ബസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈ സ്പീഡ് ഇന്റേണൽ കണക്ഷൻ ആണ് ബസ് എന്ന് പറയുന്നത്. വയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇന്റേണലി എന്ത് ചെയ്തിരിക്കുന്നത്? കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതുവഴി കൺട്രോൾ സിഗ്നലിനെയും ഡേറ്റയെയും എല്ലാം പ്രോസസ്സറിൻ്റെയും അതർ കമ്പോണൻസിൻ്റെയും ഇടയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വയേഴ്സ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് പലതരത്തിലുള്ള ബസ്സുണ്ട്. അഡ്രസ് ബസ് ഉണ്ട്, ഡേറ്റ ബസ് ഉണ്ട്, സിസ്റ്റം ബസ് ഉണ്ട്, കൺട്രോൾ ബസ് ഉണ്ട്. അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ബസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെറ്റ് ഓഫ് വയേഴ്സ് ആയിരിക്കും കണക്ഷന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് മെമ്മറിയുടെ അഡ്രസ്സിനെ എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഡേറ്റാ ബസ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നു. സിസ്റ്റം ബസ് എന്ന് പറഞ്ഞാൽ CPU-വിനെയും റാമിനെയും നമ്മൾ കണക്ട് ചെയ്യുന്ന എന്താണ് സെറ്റ് ഓഫ് വയേഴ്സ് ആണ് സിസ്റ്റം ബസ്. ഇനി കൺട്രോൾ ബസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എല്ലാ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യാൻ ആവശ്യമായ സിഗ്നൽസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന വയേഴ്സ് ആണ് കൺട്രോൾ ബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.